അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാൻ്റെ കാരുണ്യത്തിൻ്റെ പത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന റഹ്മത്തിൻ്റെ പത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റഹ്മത്ത് അഥവാ കാരുണ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ കാരുണ്യം നൽകിയത് ആരാണ്? അത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഖുർആൻ പഠിപ്പിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ സാരം, നാഥ, അവർക്ക് രണ്ടുപേർക്കും എന്നെ ചെറുപ്പത്തിൽ എനിക്ക് കരുണ ചെയ്തതുപോലെ അവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചെയ്യണേ എന്നതാണ്. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഏറ്റവും കാരുണ്യം ലഭിച്ചത് അത് തൻ്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ്. ആ മാതാവ് സഹിച്ച ത്യാഗം, ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അല വഹിൻ, ക്ഷീണത്തിനുമേൽ ക്ഷീണം, പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഏതൊരു മാതാവും തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാവിന് കരുണ ചെയ്യാൻ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കേണ്ടത് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാവിനും പിതാവിനുമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കാനുള്ള കാരണം. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ മാതാപിതാക്കളോട് ചേ എന്ന വാക്കുപോലും പറയരുത്. അപ്പോൾ ഒരു മനുഷ്യൻ അവന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാരുണ്യം ലഭിച്ചത് തൻ്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണെങ്കിൽ ആ കാരുണ്യം മക്കൾ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്? അവർ ചെയ്ത അതേ അളവിൽ, അവർ ചെയ്ത അതേ വികാരത്തിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം അവർ സഹിച്ച ത്യാഗത്തിന് ഒരു പരിധിയും ഒരു അതിരുമില്ല. അത്രയും അധികം ത്യാഗമാണ് ഒരു കുഞ്ഞിനു വേണ്ടി മാതാപിതാക്കൾ സഹിക്കുന്നത്. അപ്പോൾ ഖുർആൻ പറയുന്നത്, നിങ്ങൾ അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണം, അവരോട് നിങ്ങൾ ചേ എന്ന വാക്ക് പോലും പറയരുത്. അപ്പോൾ അല്ലാഹുവിൻ്റെ റഹ്മത്ത്, ആ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ യജമാനനായ റഹ്മാനായ അല്ലാഹു ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് കാരുണ്യം നമുക്ക് ലഭിച്ച, കാരുണ്യം നമുക്ക് നൽകിയ ആളുകൾക്ക് നമ്മൾ കാരുണ്യം തിരിച്ചു കൊടുക്കുക എന്നത്. എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ മാതാപിതാക്കൾ അവർ മരണപ്പെട്ട് അവർ ഖബറിലായിരിക്കും. നിങ്ങൾ ഓർത്തു നോക്കൂ, അവർ എത്രമാത്രം ത്യാഗങ്ങളാണ് നമുക്ക് വേണ്ടി സഹിച്ചത്. അള്ളാഹു ആ മാതാപിതാക്കൾക്കൊക്കെ ഖബറിൽ സ്വർഗീയമായ സുഖം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റു ചില ആളുകളുടെ മാതാക്കൾ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിതാക്കൾ മരിച്ചിട്ടുണ്ടാവും, രണ്ടുപേരും ജീവിച്ചിരിക്കുന്നവരും ഉണ്ടാകും. ആ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന മക്കൾ, അവർ ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ ജീവിതകാലത്ത് അവർക്കൊരു നോവും അനുഭവിക്കാൻ നമ്മൾ ഇടവരുത്തരുത് എന്നുള്ളതാണ്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അവർ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. അവർ നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ചവരും സഹിച്ചവരുമാണ്. അവർ ഒരു ചൂടുള്ള ഭക്ഷണം ഉമ്മാക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഭക്ഷണമൊക്കെ പാത്രത്തിൽ വിളമ്പി തയ്യാറായി കഴിക്കാൻ ഒരുങ്ങുന്ന സമയത്തായിരിക്കും അപ്പുറത്ത് തൊട്ടിയിൽ നിന്ന് നമ്മൾ നിലവിളിച്ച് കരഞ്ഞത്. ആ സമയത്ത് ഉമ്മ ഓടി വന്നപ്പോൾ കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മലം വിസർജിച്ചിട്ടുണ്ട്. ആ ഉമ്മക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? ആ കുട്ടിയെ വാരിയെടുത്ത് നെറ്റിത്തടത്തിൽ ചുംബനം നർപ്പിച്ച് ആ ഉമ്മ എല്ലാ മാലിന്യങ്ങളും വൃത്തിയാക്കി ഭക്ഷണപാത്രത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും സമയം 4 മണിയായിട്ടുണ്ടാവും. ഭക്ഷണമെല്ലാം ചൂടാറി ആറിത്തണുത്ത ഒരു ഭക്ഷണം ആ ഉമ്മ കഴിക്കേണ്ടി വന്നത് നമുക്ക് വേണ്ടിയായിരിക്കും. രാത്രി 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് നമ്മൾ കരഞ്ഞപ്പോൾ ആ ഉപ്പയും ഉമ്മയും ഉറക്കമുണർന്ന് നമുക്ക് വേണ്ടി അവർ ഉറക്കം ഉണർന്നു. ആ ഉറക്കെല്ലാം അവർ ഒഴിവാക്കി. അങ്ങനെ ആ ഉമ്മ താരാട്ടുപാടി നമ്മളെ ഉറക്കി. നമ്മൾ ഉറങ്ങുമ്പോഴേക്കും സമയം സുബഹിയോടടുത്തിട്ടുണ്ടാവും. പിന്നെ ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഉറങ്ങാതെ ആ ക്ഷീണമെല്ലാം ഏറ്റെടുത്ത് ആ ഉമ്മാക്ക് ജോലിക്ക് പോകാൻ, അല്ലെങ്കിൽ ഉപ്പാക്ക് ജോലിക്ക് പോകാനുള്ള പ്രചോദനം തൻ്റെ മക്കൾ എന്ന വികാരമാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇരമ്പിയെത്തേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ മാതാവാണ്, നമ്മുടെ പിതാവാണ്. ആ പിതാവ് കൊണ്ട വെയില്, ആ പിതാവ് ഒഴുക്കിയ വിയർപ്പുകൾ, ആ പിതാവ് കേട്ട ചീത്തവിളികൾ, അതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് വേണ്ടിയായിരുന്നു.
ഉമ്മാക്കും ഉപ്പാക്കും പകരം വെക്കാൻ ഈ ലോകത്ത് നമുക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഖുർആൻ, വിശുദ്ധ ഇസ്ലാം, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് നമ്മുടെ സ്വർഗമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഉമ്മയുടെ പൊരുത്തം, ആ ഉമ്മയുടെ പ്രാർത്ഥന, ആ ഉമ്മയുടെ മനപ്പൊരുത്തം അത് കിട്ടുന്ന മക്കൾ അവർ വിജയിക്കും. അല്ലാത്തവരോ എത്ര ഉണ്ടായാലും എത്ര ഭൗതികമായ നേട്ടങ്ങൾ സമ്പാദിച്ചാലും അതെല്ലാം ഒരു നാൾ തകർന്നടിയും. ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാത്തവർ, അവരുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ചിത്രമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം സമ്പാദിക്കുന്നവരായി നമ്മൾ മാറണം. ഉപ്പയെ പ്രായാധിക്യത്തിൽ തളർന്ന് അവശരായി കിടക്കുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഏൽപ്പിക്കുകയല്ല വേണ്ടത്. ഏതെങ്കിലും സദനങ്ങളിലോ ഏതെങ്കിലും ഭവനങ്ങളിലോ അല്ല അവരെ നമ്മൾ ഏൽപ്പിക്കേണ്ടത്. നമ്മൾ തന്നെ അവരെ പൊന്നുപോലെ നോക്കി വളർത്തണം. അതാണ് ഒരു മക്കളുടെ കർത്തവ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രായമായി അവശരായി വീട്ടിൻ്റെ മൂലയിൽ ഒന്നും പറയാൻ കഴിയാത്തവരായി കിടക്കുന്നുണ്ടാവും. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ, നമ്മളൊരു പരിപാടി വരുമ്പോൾ, ഒരു സൽക്കാരത്തിൻ്റെ ടീമിനെ വിളിക്കുമ്പോൾ നമ്മൾ അവരോട് കൂടി ഒന്ന് അഭിപ്രായം ചോദിക്കണം. അത് അവർക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കിവിടെ ഒന്നും സംഘടിപ്പിക്കാൻ കഴിയില്ല, എൻ്റെ നാഡികളെല്ലാം തളർന്നു പോയി, എൻ്റെ ശരീരമെല്ലാം ശോഷിച്ചു പോയി, പക്ഷേ ഇവിടെ എന്ത് നടക്കണമെങ്കിലും എൻ്റെ മകൻ എന്നോട് വന്നിരുന്ന് ചോദിച്ച് എന്നോട് അഭിപ്രായം പറഞ്ഞ് എൻ്റെ ഒരു മൂളൽ, എന്നൊരു ആ മൂളൽ കേട്ടാലേ എൻ്റെ മോൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ എന്ന് ഒരു ഉമ്മയുടെ മനസ്സിൽ, ഒരു ഉപ്പയുടെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കത് മാത്രം മതിയാവും. നമ്മുടെ ചെറിയ വളർന്നു വരുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് ആരാണ് ഗ്രാൻഡ് ഫാദർ എന്നും ആരാണ് ഗ്രാൻഡ് മദർ എന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പണ്ട് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു കുട്ടിയെയും കൂട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയ ഒരു വീട്ടിലെ ഒരു പിതാവ്, ഒരു അച്ഛൻ, അദ്ദേഹം ചൈനയിലെ ഓരോ തെരുവുകളും കയറി ഇറങ്ങി അദ്ദേഹം അന്വേഷിക്കുന്നത് എന്താണ്? തൻ്റെ വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കാനുള്ളൊരു പാത്രമാണ്. അത്രയും വൃത്തിയില്ലാത്ത, അത്രയും ലോക്കലായ ഒരു പാത്രം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മകൻ കൗതുകത്തോടെ ആ പിതാവിനോട് ചോദിച്ചു, അല്ല പിതാവേ, കുറേ നേരമായല്ലോ നിങ്ങൾ ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് കയറുന്നു, അവിടെ ഇല്ലാതെ വേറൊരു കടയിലേക്ക് കയറുന്നു, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവ് പറഞ്ഞു, നമ്മുടെ ഗ്രാൻഡ് മദറിന് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു പാത്രം അന്വേഷിക്കുകയാണ്, ഗ്രാൻഡ് ഫാദറിന് ഭക്ഷണം കൊടുക്കാനുള്ള പാത്രം അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ബുദ്ധിയിൽ കുട്ടി പറഞ്ഞു, എന്നാൽ 2 കൂടി അധികം വാങ്ങിക്കോളൂ, കാരണം അച്ഛനും പ്രായമായി, നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ് മദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും അതേ പ്രായത്തിൽ തളർന്ന വീട്ടിൽ ആവശ്യനായി കിടക്കുമ്പോൾ ഞാൻ ആ പാത്രവും അന്വേഷിച്ച് ഇങ്ങോട്ട് വരേണ്ടതില്ലല്ലോ, ഇപ്പോൾ തന്നെ അഡ്വാൻസായി വാങ്ങിക്കോളൂ എന്ന് ഒരു കുട്ടി അച്ഛനോട് പറഞ്ഞ കഥ വായിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ പെരുമാറ്റങ്ങൾ കുട്ടികൾ വായിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുമക്കൾ, ആ മക്കൾ നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരോട് നമ്മൾ എങ്ങനെ പറയുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്ന് അവർ വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും പ്രായമാവുമ്പോൾ ആ കുട്ടികൾ, എൻ്റെ ഉപ്പ എൻ്റെ വല്യുപ്പയെ നോക്കിയത് ഇങ്ങനെയാണ്, എൻ്റെ ഉപ്പ എൻ്റെ വല്യുമ്മയെ നോക്കിയത് ഇങ്ങനെയാണ് എന്ന് ആ കുട്ടിക്ക് പാഠം ലഭിക്കണമെങ്കിൽ, നമുക്കും പ്രായമായി തളർന്നു കിടക്കുമ്പോൾ ആ മക്കളെ പരിചരിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു വേദിയായി നമ്മുടെ വീടിൻ്റെ അകങ്ങൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് അള്ളാഹുവിനോട് കരമുയർത്തി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ, നമ്മുടെ ഗർഭപാത്രമാകുന്ന നമ്മുടെ ഉമ്മ, നമ്മുടെ ആ ഉമ്മയുടെ റഹ്മിൽ നിന്നാണ് നാം വന്നിട്ടുള്ളത്. ആ റഹ്മിനെ മറക്കുന്ന ഒരാൾക്ക് റഹ്മാനായ റബ്ബ് ഉത്തരം ചെയ്യില്ല, റഹീമായ റബ്ബ് ഉത്തരം ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ സ്വർഗത്തിൻ്റെ അതിൻ്റെ മധ്യത്തിലേക്കുള്ള അതിൻ്റെ എൻട്രൻസാണ് നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത്. ആ ഉപ്പയെയും ഉമ്മയെയും അനുസരിച്ച് അവരെ പരമാവധി സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ട സേവനങ്ങളും ഹിദ്മകളും ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരമുണ്ടാവും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.